ഞാൻ നസീറ അഹമ്മദ്, കണ്ണൂരാണ് സ്വദേശം. ഹോം ബേക്കറാണ്. 5 മക്കളുടെ ഉമ്മയായ സിംഗിൾ പാരൻ്റാണ്. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ നല്ലൊരു ചുറ്റുപാടായിരുന്നു എനിക്ക്. എൻ്റെ ബാപ്പ ടീച്ചറായിരുന്നു, ഉമ്മ ഹൗസ് വൈഫ്, അതുപോലെ ഉമ്മാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉപ്പ, പിന്നെ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ്. 9th പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉമ്മാമ്മ മരിക്കുന്നത്. ഉമ്മാമ്മ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയാം. പെട്ടെന്നുള്ള ഉമ്മാമ്മൻ്റെ മരണം ഉമ്മാനെ വല്ലാതെ രീതിയിൽ ബാധിച്ചു. അപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, ഒരു ഭാഗം തളർന്നുപോയി. +2 പഠിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ. ഡോക്ടർ കൺസൾട്ട് ചെയ്ത സമയത്ത് വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പറേഷൻ്റെ സമയത്താണ് ഉമ്മ മരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള 2 മരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ബാധിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് അറിയില്ല, അതായത് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റൂല. അപ്പോൾ സ്കൂളിൽ രാവിലെ പോകുന്ന സമയത്ത് ബുക്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും, എന്താ നസീറ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ +2 മാത്സ് തോറ്റുപോയി. മാത്സ് തോറ്റത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു തോൽവിയാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കല്യാണ ആലോചന വരുന്നത്. പക്ഷേ വീട്ടിൽ എനിക്കൊരു വോയിസ് ഇല്ലാതെയായിപ്പോയി. കാരണം ഞാൻ തോറ്റ് പോയി എന്നുള്ള ഒരു ഇത് വന്നല്ലോ. അപ്പോൾ വീട്ടുകാർ പിന്നെ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടെന്ന് കല്യാണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം തന്നെ എന്താ പറയുക, വഴിമുട്ടി പോകുക എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വീട്ടുകാരോട് ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അങ്ങനെ കല്യാണം തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ പഠിക്കാനുള്ള മോഹം വിട്ടിട്ടില്ല. ഞാൻ പുള്ളിക്കാരനോട് ചോദിക്കായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടിയിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ആളൊരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആളാണ്, എന്നിൽ നിന്ന് ഒരുപാട് സ്വർണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ എന്താ പറയുക, അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഓക്കെ ഇതങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ പ്രഗ്നൻ്റായി. മോളായിരുന്നു. 2ാമത്തെ മോളായതിന് ശേഷമാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ആൾക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതയും അവർ കടക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാനും ഈ ചെറിയ 2 മക്കളും, അതായത് ഒരാൾക്ക് 3 വയസ്സ്, പിന്നെ ഒരാൾക്ക് 1 വയസ്സാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടിൽ ആൾക്കാർ വരും, രാവിലെ രാത്രിയൊക്കെ. ഈ പറയുന്ന ഒന്നും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എന്നെ വിട്ടിട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഞാൻ രാത്രി കാലങ്ങളിലൊക്കെ രാത്രി ഉറങ്ങാൻ വിടാണ്ട് കടക്കാർ വന്നിട്ട് പ്രശ്നമൊക്കെയായിരുന്നു. അപ്പോൾ ഈ പാതിരാക്കൊക്കെ വന്നിട്ട് ഫ്യൂസൊക്കെ ഊരിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാനും മക്കളും പേടിച്ചിട്ട്, പക്ഷെ ആരെയും വിളിക്കാനും പറ്റില്ല. അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനൊരു മാനസികമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. കാരണം ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഞാൻ വിചാരിച്ച രീതിയിൽ പറ്റാത്തത് കാരണം എനിക്കൊരു ജോലിക്ക് പോകാനും പറ്റില്ല. ആ സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രി എനിക്ക് നെഞ്ചടിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് 6 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുളിക്കാറില്ല, മര്യാദക്ക് കുളിക്കൂല, മക്കളെ കുളിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ചെറിയ മോനെ പോലും എനിക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. അവനെ പാലൂട്ടും എന്നല്ലാതെ അവൻ്റെ കാര്യത്തിൽ നന്നായിട്ട് അവനെ പരിപാലിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. മറ്റുള്ള മക്കൾ, ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സുമാണ്. അപ്പോൾ അവരും അങ്ങനെ എന്താ പറയുക, ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ബാപ്പ വരും, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. അത് വെച്ചുണ്ടാക്കി എപ്പോഴെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കില്ല എന്ന് മാത്രമല്ല, രാത്രി ഇറങ്ങി ഓടാനൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ വെള്ളം കുടിച്ചാൽ പോലും മരിക്കും എന്നുള്ള പേടിയായിരുന്നു. കാരണം എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ കുരുങ്ങി മരിക്കും എന്നൊക്കെ, അങ്ങനെ ഒരു ഹാലോസിനേഷൻ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്.
അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനോട് ഞാൻ പറയും, ഇടയ്ക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ഇരുന്നാൽ മതി, നിങ്ങൾ ഒന്നും തരണ്ട, ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കേൾക്കില്ല. അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോന്നു. അവരെ സ്കൂളിൽ ചേർത്താനൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ബാപ്പാനോടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് സ്കൂളിലൊക്കെ ചേർത്തുന്നത് മൂത്ത മോളെയൊക്കെ. അങ്ങനെ 4ാമത് പ്രസവിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഉമ്മ അല്ലെങ്കിൽ കുട്ടി എന്നുള്ള ഒരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ല, അത് നോർമൽ ഡെലിവറി ആവില്ല, സിസേറിയൻ വേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്താണ് പിന്നെ അത് ലാസ്റ്റ് ഒരു സമയം എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ നോർമൽ ഡെലിവറി ആയി. എല്ലാ ഗർഭവും പ്രസവവും എടുക്കുന്നത് ഒരു ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നസീറ നിന്നെ കൊണ്ട് പറ്റില്ല, എങ്ങനെയായാലും പ്രസവം നിർത്തണം. അപ്പോൾ ആൾ നിർത്താനും സമ്മതിച്ചിട്ടില്ല. ബാപ്പ വിട്ടുപിരിയുന്നത്, ബാപ്പ മരിക്കുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ലോകം തന്നെ ഇല്ലാണ്ടായ പോലെയുള്ള അവസ്ഥയായിരുന്നു ഞാൻ. കാരണം ഇത്രയും പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ പോകുന്ന സമയത്തും ബാപ്പ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. പിന്നെ വീണ്ടും ആള് എന്താ പറയുക, ഇടയ്ക്കിടെ ഇങ്ങനെ പ്രശ്നങ്ങളും ആൾ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ചോദിക്കുമ്പോൾ സമ്മതിക്കൂല. അങ്ങനെ ഞാൻ വീണ്ടും 5ാമതും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ സമയത്ത് നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ കൂടെ പിന്നെ വീണ്ടും കടക്കാരും പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞ് വീട്ടിൽ എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൽ ബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കായിരുന്നു. അപ്പോൾ ആ വീട് നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറയുമ്പോൾ അവർക്ക് സമ്മതമല്ലായിരുന്നു. അപ്പോൾ അവസാനം പുള്ളിക്കാരൻ അത് വാടക കൊടുപ്പിക്കണം എന്നുള്ള ഒരു രീതിയിൽ വരുത്തിച്ചു. അങ്ങനെ വീട്ടുകാർ സമ്മതിച്ചു. പക്ഷേ ഞാൻ പിന്നീടാണ് അറിയുന്നത് അത് പണയത്തിന് കൊടുക്കായിരുന്നു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ എൻ്റെ മുന്നിൽ ആരുമില്ല. കാരണം ഞാൻ ഈ മനുഷ്യനൊരു അടിമപ്പെട്ട പോലെയാണ്. അതായത് ഇപ്പോൾ എന്നോട് രാത്രിയാണെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ഓക്കെ രാത്രിയാണെന്ന് ഞാൻ സമ്മതിക്കുന്ന തലത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുന്നിൽ 5 മക്കളുണ്ട്, എൻ്റെ കൂടെ ആരുമില്ല, നിനക്കാരുമില്ല എന്ന് പറഞ്ഞ് ശരിയാണ്, എനിക്ക് ഉമ്മ ബാപ്പയില്ല, വേറെ ആരുമില്ല, എനിക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കാരുമില്ല, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്താ പറയുക, ഇയാളെ കാല് പിടിച്ചിട്ട് ആണെങ്കിൽ മുന്നോട്ട് പോകുന്നുള്ള ഒരു നിലയിലേക്ക് ഞാൻ എത്തിയിരുന്നു. അവസാനം 5ാമത്തെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് വല്ലാണ്ട് എനിക്ക് ആഗ്രഹം വരാൻ തുടങ്ങി. കാരണം മുന്നോട്ട് പോകുന്നില്ല, സ്വന്തം നമ്മുടെ ചിലവിന്, എൻ്റെയും മക്കളുടെയും ചിലവിന് പോലും എന്താ പറയുക ആൾ തരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നോമ്പിൻ്റെ സമയമായിരുന്നു ആ സമയത്ത്, എൻ്റെ മക്കൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ സക്കാത്തെന്ന് പറയുമല്ലോ, അങ്ങനെ കൊടുത്ത ആ പൈസനെ കൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അതായത് കേക്കിൻ്റെ ഈ പറയണ നമ്മൾ ടേൺ ടേബിൾ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഓരോന്നായിട്ട് ആളറിയാതെ ഞാൻ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഞാൻ പതിയെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്സും റിലേറ്റീവ്സും തന്നെയായിരുന്നു ആദ്യം വാങ്ങുന്നത്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അങ്ങനെ പേജിലൂടെ ഇങ്ങനെ പേജ് അന്ന് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാൽ പോലും ആൾ പറഞ്ഞ് എനിക്ക് കസ്റ്റമേഴ്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ റെൻറ്റ് കൊടുക്കാത്തത് കാരണം അവരവിടെ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു. അപ്പോൾ വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ പോയി. അപ്പോൾ ആ ഒരു സമയത്തും ഈ പറയണ പോലെ ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ ഈ കേക്കിലൂടെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ബാക്കിയുള്ള കടവും പ്രശ്നങ്ങളും ഈ പറയണ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ നാട്ടിലില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാരണം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഒരാളോട് ഞാനൊന്നും പറയാറില്ലായിരുന്നു. ഞാൻ കാണുന്ന സമയത്തൊക്കെ ഓക്കെ കുഴപ്പമില്ല, മോശമില്ലാത്തൊരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന, കാരണം ഒന്നും അങ്ങനെ ഫാമിലി ലൈഫ് കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും തുറന്ന് പറയാത്ത ഒരാളായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു, എന്തെങ്കിലും പറയാനോ ആരും പേടിക്കുന്ന ആ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇവളുടെ ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്തൊക്കെയായിരുന്നു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഇവൾ എൻ്റെ അടുത്ത് തുറന്ന് പറയുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പോലും അറിയുന്നത് അത്രയും ബാഡ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം.
അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും കേക്കിലോടുള്ള ഇഷ്ടം കാരണം ഞാനതങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അതേപോലെ തന്നെ 1.5 വർഷത്തോളമായിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മുതൽ റെൻറ്റ് കൊടുത്തിട്ടില്ല. ഫ്ലാറ്റിൻ്റെ ഓണർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, നസീറ ഇങ്ങനെയൊക്കെയാണ് സംഭവം, ആൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകും, പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് പിന്നെ പുറത്ത് പിന്നെ എന്തായാലും നിങ്ങൾ പുറത്തിറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ആളെ വിളിച്ചിട്ടാണെങ്കിൽ ആൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഒന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം, പിന്നെ എന്താ പറയുക, റെൻറ്റ് പകുതിയെങ്കിലും അടച്ചിട്ട്, പക്ഷേ റെൻറ്റ് നമുക്ക് അടക്കാതെ അവിടെ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് എന്താ പറയുക, ഈ പറയണ പോലെ ഫോൺ എടുക്കാതെയായി. പിന്നെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ, ഈ പറയുന്ന പോലെ എനിക്ക് എന്താ പറയുക, മൈഗ്രെയിനൊക്കെ വരാൻ തുടങ്ങി, ദിവസങ്ങളോളം ഉറങ്ങാതിരുന്നിട്ട് ഞാൻ ആകെ ടയർഡായിപ്പോയി. കേക്കാണെങ്കിൽ കേക്ക് മര്യാദക്ക് ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവരെ വിളിച്ച് പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇനി എങ്കിലും നീ വീട്ടുകാരോട് പറ, അപ്പോൾ നിൻ്റെ ഈ വാശി നീ ഉപേക്ഷിക്ക്, വീട്ടുകാരോട് ഒന്ന് പറഞ്ഞു നോക്ക്, എന്താണ് അവർ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടുകാരെ കണക്ട് ചെയ്ത്, എൻ്റെ ഒരു കസിനെയായിരുന്നു ആദ്യം വിളിക്കുന്നത്. അവൻ എനിക്ക് തന്ന ധൈര്യമാണ് പിന്നീട് എനിക്കത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കിട്ടിയതാണ്. അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത് ഇനി ഈ ജീവിതം വേണ്ടാന്നുള്ളത്. നമ്മൾ തനിച്ചാവുന്നത് നമ്മളെ കൂടെ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി നടക്കുന്നുണ്ടല്ലോ, ഭീഷണി നടക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് മുന്നോട്ട് പോകാനുള്ളത്, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളത്, ഈ പറയുന്ന ആൾക്കാരൊക്കെ വിളിച്ചാലും ഓക്കെ സപ്പോർട്ടാണെങ്കിൽ പോലും അവർ പറയും, എന്താ പറയുക, പേടിപ്പിക്കും. കാരണം എങ്ങനെയാണ് ഇങ്ങനെ 5 മക്കളെയും കൊണ്ട് ഇനി മുന്നോട്ട് പോവുക, നിനക്ക് എന്താ പറയുക, പേടി തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരാളെ പറയുകയെന്ന് വെച്ചാൽ, മക്കൾ വലുതായി കഴിഞ്ഞാൽ, മക്കൾ കുറച്ചും കൂടി എന്താ പറയുക, പഠിച്ചിട്ടൊക്കെ ഇതാകുന്നത് വരെ സ്ട്രഗിൾസ് ഉണ്ടാവും, അവരെ നോക്കിക്കോളും എന്നൊക്കെയായിരുന്നു. അതായത് മക്കളെ നമ്മൾ വളർത്തുന്നത്, നമ്മളിലൂടെ മക്കൾ വളരുന്നു എന്നുള്ളതല്ലേ. അതായത് ഒരു നാളെ ഒരു ഫലം തരുന്ന ഒരു വൃക്ഷങ്ങളായിട്ട് എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് പഠിപ്പും വിദ്യാഭ്യാസവും നന്നായിട്ട് കൊടുക്കുക, പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികൾക്ക്. കാരണം എൻ്റെ ജീവിതം പോലെ മറ്റുള്ളവരാവരുതെന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അതായത് ഏതൊരു സ്ത്രീയും ഒരു കൈത്തൊഴിലെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്കും പേടിയുണ്ടായിരുന്നു, ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആളിച്ചിരി സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ ആൾ സർവൈവ് ചെയ്ത് പോകുന്നുള്ളത്. പക്ഷേ ഈ മക്കളുടെ കാര്യങ്ങളും ഈ ഫാമിലി ഇഷ്യൂസും എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ നസീറയിൽ നിന്ന് ഇന്നത്തെ ഈ നസീറയിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ഹാപ്പിയാണ് ഫ്രണ്ട്സ് എന്ന നിലയിൽ. കാരണം ഞാൻ മാറണമെന്ന് ഞാൻ ചിന്തിച്ച നിമിഷം മുതലാണ് ഞാൻ മാറിയതും എൻ്റെ ചുറ്റുമുള്ളതും മാറിയതും എൻ്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കോഴ്സിന് ചേർന്നു, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിന് ചേർന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പറയണ പോലെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആവാൻ തുടങ്ങി. ഉമ്മാൻ്റെ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ വേറെ ആൾ ആവശ്യമില്ലാതെ ഡിസിഷൻസ് എടുക്കാൻ വരും. നമുക്ക് നമ്മളേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മളും, പിന്നെ ചോദിക്കണമെങ്കിൽ ഫാമിലിനോട്, അല്ലാണ്ട് ഇതിനപ്പുറം ഒരാളോടൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ CA പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ കൂടുതൽ ഏറ്റവും മനസ്സിലാക്കിയിട്ട്, ഓക്കെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നീ ഇത് പഠിച്ചോ. ഞാൻ എൻ്റെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാവരും ഫേസ്ബുക്ക് അതുപോലെയുള്ള, അന്ന് ഓർക്കൂട്ട് ഫേസ്ബുക്കിലൊക്കെ ഐഡിയ ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളത് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവാൻ തുടങ്ങിയതും ഞാൻ ഇന്ന് കുറച്ച് ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലേക്കായതും ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ്. അതായത് അന്നൊരു ഫേസ്ബുക്കോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾക്ക് ഇന്നിപ്പോൾ എൻ്റെ പേജിൻ്റെ പേര് കേക്ക്സ് ബേക്സ് ബൈ നസീറ എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്തും ഓരോ തവണ തോൽക്കുന്ന സമയത്തും ഒരു ചിരിച്ചുകൊണ്ടൊരു വിഡ്ഢിയായി ജീവിക്കേണ്ട അവസ്ഥയിൽ പോലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും, അതായത് ഇത്രയും കാലം നീ എന്തിനു സഹിച്ചു,
അതായത് അന്ന് കൂടെ നിൽക്കാത്തവർ പോലും പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്തിന് ഇത്ര കാലം സഹിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഇത്രയേറെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും എന്നെ തേടി വരും എന്നുള്ളത്. അതായത് എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒരു വിഷമഘട്ടത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇനി നിൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ജീവിതം എവിടെയും തീരുന്നില്ല, അത് എത്ര പ്രായമായാലും. ഇപ്പോൾ ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റാണ്. സെക്കൻഡ് ഇയർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഞാൻ എൻ്റെ പഠിത്തം തിരിച്ചു പിടിച്ചു. അന്ന് മുറിഞ്ഞു പോയ വിദ്യാഭ്യാസം ഇന്ന് ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു അനുഗ്രഹത്തിനാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. അതായത് ഓരോ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്നേഹത്തിനും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രചോദനമാണ് എൻ്റെ ജീവിതം.